പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാവയാമി. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ഇതിനു മുമ്പേ വരേക്കും പറഞ്ഞു വെച്ച ഭാഗങ്ങൾ ഹിരണ്യാക്ഷ വധം ആയിരുന്നു. ഹിരണ്യാക്ഷത്വം എന്ന് പറയുമ്പോൾ ലൗകിക ഐശ്വര്യങ്ങളിലും ഇന്ദ്രിയ സുഖങ്ങളിലും മാത്രം മനസ്സ് വെച്ചുകൊണ്ടുള്ള ജീവന്റെ ചിത്രമാണ് കാണിച്ചത്. അതിന്റെ ഒരു വാസന, ദുർവാസന നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? സതുപദേശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നല്ല മനസ്സിലെ സതുപദേശങ്ങൾ കേറുള്ളൂ. അല്ലാത്ത ദിക്കിൽ കുടം കമത്തി വെച്ച് വെള്ളമൊഴിച്ച പോലെയോ ഒന്നും ഉള്ളിലേക്ക് കയറില്ല. ആഗ്രഹം വെച്ച മനസ്സിൽ അപ്പൊ ആഗ്രഹങ്ങൾ കളയുക, അതാണ് ആദ്യം ചെയ്തത്. അത് നമ്മുടെ കർമ്മത്തെ ശുദ്ധമാക്കുകയും വേണം. വരാഹാവതാരത്തിൽ അതും കൂടി ഒരു തത്വമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നികൃഷ്ടാണ് അല്ലേ? പിന്നെ മലയാള പദം ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചാൽ എന്താ ഉണ്ടാവുക? എന്തൊക്കെ ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. വരാഹത്തിന്റെ മലയാളി പൊതുവെ വരാഹ അവതാരം എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും ബഹുമാനായി തൊഴുകണു. വരാഹാവതാരത്തിന് എന്താണ് നേദ്യം വേണ്ടത്? വരാഹാവതാരം കേട്ടാൽ എന്നെ ഗുണം കിട്ടും. അപ്പൊ ഒക്കെ നന്നായി. ഇപ്പൊ വരാഹം മോശം, വരാഹ അവതാരം ശ്രേഷ്ഠം. അതെങ്ങനെയാ? ഭഗവാനുമായുള്ള ചേർച്ച ഏതിനെയും നന്നാക്കണം. അതില്ലെങ്കിൽ ഏതും നികൃഷ്ടമാവും. ഇപ്പൊ നമ്മുടെ കർമ്മം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനും വെറുതെ ഊണഴിക്കാനും ഉറങ്ങാനും മാത്രമാണെങ്കിൽ വരാഹത്തെ പോലെ നികൃഷ്ടവും, ഈശ്വരാർപ്പണമായിട്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ വരാഹ അവതാരത്തെ പോലെ ശ്രേഷ്ഠവും ആകുന്നു എന്നൊരു തത്വം കൂടി വരാഹാവതാരം കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആ കർമ്മത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താണ്? സതുപദേശങ്ങൾ ധാരാളം കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് കപില അവതാരവും കപില ഉപദേശവും പറയുന്നത്. ഉദാഹരണമായിട്ട് എപ്രകാരം കപില വാർത്തയുടെ ഉപദേശം കേട്ട അമ്മ സംശയം നീക്കിയോ? എല്ലാ സംശയവും മനസ്സിന് നീക്കിക്കളഞ്ഞുവോ? തത്വവിഷയാങ്കിത സിദ്ധഭൂമിയും തത്വത്തെ ഉൾക്കൊണ്ടവളായി തീർന്നുവോ? അതുപോലെ നമ്മളും സതുപദേശത്തിൽ കൂടിയിട്ട് അത് കേട്ടിട്ട് വേണം സംശയങ്ങൾ നിവൃത്തി വരുത്തി ശുദ്ധമാനസന്മാരായി തീരാൻ. ആ കപിലാവതാരം വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വയം ഭൂമനുവിന്റെ തപസ്സിനെ ആദ്യം വർണ്ണിക്കുന്നത്. കർദമ പ്രജാപതിയുടെ തപസ്സിനെ ആദ്യം വർണ്ണിക്കുന്നത്. ഭൂമനുവിന്റെ അല്ല, കർദമ പ്രജാപതി. കർദമ പ്രജാപതിക്ക് നല്ലൊരു പത്നി വേണം. ഗൃഹസ്ഥാശ്രമം നന്നാവണം. അതിന് ആദ്യം വേണ്ടത് എന്താണ്? ഈശ്വരനെ ഉപാസിക്കുക. സംശയമൊന്നുമില്ല. നെറ്റ് നോക്കിയിട്ടും ഇല്ലേ, ഏതൊക്കെ ആപ്പ് നോക്കിയിട്ട് അപ്പൊ നമ്മള് വിവാഹം നിശ്ചയിക്കണം, കണ്ടുപിടിക്കണം, പറ്റിയ പാർട്ണറെ കണ്ടുപിടിക്കണം. ഇതാ ഈ ആപ്പ് നോക്കൂ. എന്തെല്ലാം തരത്തില് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നേരെ ആവണുണ്ടോ? ചിലപ്പോൾ വിവാഹം കഴിയും, പിറ്റേ ദിവസം തമ്മിൽ തല്ല്, മൂന്നാം ദിവസം പിരിയുകയും ചെയ്യും. അപ്പൊ ഇതൊന്നുമല്ല വിവാഹ ജീവിതം നന്നാവാൻ പ്രധാനമായിട്ട് വേണ്ടത് ദൈവാധീനാണ്. ഇത് നന്നായിട്ട് അറിയാം കർദമ പ്രജാപതി. അങ്ങനെ അദ്ദേഹം ഭഗവാനെ തപസ്സാണ് ചെയ്തു. 8 കൈകളിൽ ദിവ്യായുധങ്ങൾ ധരിച്ച് ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുമ്പില് പ്രത്യക്ഷമായി. ഭഗവാന് 4 കൈയുണ്ട്, 8 കൈയുണ്ട്, 16 കൈയുണ്ടാവും, 1000 കൈയും ഉണ്ട്. വിശ്വരൂപത്തിൽ അർജുനന് 1000 കൈ അത്രേ കാട്ടിക്കൊടുത്തു. എപ്പോഴും 4 കൈ അല്ല കേട്ടോ, അനവധി തരത്തിലുള്ള രൂപം ഓരോ സന്ദർഭത്തിൽ ഭഗവാൻ ഉണ്ടാവും. ഇവിടെ 8 കൈയാണ്. ഇപ്പൊ ഗരുഡന്റെ പുറത്ത് കയറി ഗരുഡോപരി കാളമേഘ കമ്രം നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ശംഖ, ചക്രം, കയറ്, ഗത, താമരപ്പൂ ഇല്ല. ഈ വേഷത്തിൽ താമര ഇല്ല കേട്ടോ. ഒരു കയ്യിൽ കയറാണ്. പിന്നെ അമ്പും വില്ലും ഉണ്ട്, വാളും പരിചയമുണ്ട്. അങ്ങനത്തെ രൂപത്തിലാണ് 8 കൈയിലേക്ക് 8 ആയുധം. ഒരു കയ്യിൽ കയറ്, താമര ഇല്ല. ശംഖ, ചക്രം, ഗത, കയറ്, പാശമാണ് ഒരു കയ്യിൽ. പിന്നെ 2 കൈയിലോ അമ്പും വില്ലും, പിന്നെ 2 കൈയിലോ വാളും പരിചയം. ഈ രൂപത്തിൽ പ്രത്യക്ഷമായി കർദമ പ്രജാപതി ഭഗവാനെ നല്ലപോലെ ഒന്നാണ് സ്തുതിക്കുകയാണ്. ചിഷ്ടംബദാത്യാഖില സത്വരാശേ സാംസിത്യമക്ഷ്ണോ തവദർശനാന്ന യദ്ദർശനം ജന്മഭിരീട്യ സദ്ഭി ആശാസതേ യോഗിനോരൂഢയോഗ.
എല്ലാ ശ്ലോകങ്ങളും ചെല്ലുന്നില്ല, ഒരു ശ്ലോകം ചെല്ലിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വേദത്തിലും വർണ്ണിക്കപ്പെട്ടതായ മഹാത്മ്യത്തോടു കൂടിയിട്ടുള്ള സർവേശ്വര പറയണേ, എന്റെ കണ്ണിന്റെ സാഫല്യം എനിക്ക് ഇന്നാണ് കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇതുവരെ ആ ഒരു സംതൃപ്തി, നല്ലൊരു കാഴ്ച കണ്ട സംതൃപ്തി എന്റെ കണ്ണിന് ഉണ്ടായിട്ടില്ല. പണ്ട് ധൃതരാഷ്ട്ര ആണ് ഒരിക്കല് ഭഗവാൻ ചോദിച്ചു, ധൃതരാഷ്ട്ര സ്വതവേ ഭക്തനാണല്ലോ, ധൃതരാഷ്ട്ര അങ്ങേക്ക് കണ്ണ് കാണണോ ചോദിച്ചു. കണ്ണ് കാണണ്ടെന്ന് ആർക്കാ ഭഗവാനെ ഉണ്ടാവും, എന്നാ തുറന്നോളൂ, അങ്ങേക്ക് കണ്ണ് കാണുന്നു. തുറന്നപ്പോ കൃഷ്ണനെ കണ്ടതേ. ഇതിലും വലിയൊരു കാഴ്ചയുണ്ടോ? മയിൽപ്പീലിയൊക്കെ ചൂടി മഞ്ഞപ്പട്ട കൊടുത്ത് പുഞ്ചിരിച്ച് നിൽക്കണ മനോഹര രൂപം നോക്കി മതിയാവണില്ല. എങ്ങനെ കണ്ണുകൊണ്ട് ഇത് കോരി കുടിക്കണം? നിശ്ചയില്ലാതെ രണ്ട് കണ്ണിലും വെള്ളം നിറച്ച് ധൃതരാഷ്ട്ര പറഞ്ഞു, കൃഷ്ണ എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്. എന്താ അത്? ഈ കാഴ്ച ഒന്ന് തിരിച്ചെടുക്കൂ. എന്താ ധൃതരാഷ്ട്ര ഈ ചോദിക്കണം? ആരെങ്കിലും കാഴ്ച തിരിച്ചെടുക്കാൻ പറയുമോ? അല്ല, അങ്ങനെയല്ല. അങ്ങേ കണ്ട ഈ കണ്ണുകൊണ്ട് എനിക്കിനി വേറൊന്ന് കാണാൻ ഇടവരരുത്. വേറെ എന്തെങ്കിലും ഞാൻ കണ്ടാൽ ചിലപ്പോ അങ്ങനെ മരിച്ചാൽ ആ മരിക്കണ സമയത്ത് അതാ ഓർത്തെങ്കിലോ. ഇപ്പൊ ഞാൻ മരിക്കുകയാണെന്ന് വെച്ചാൽ കൃഷ്ണനെ ഓർത്തിട്ട് തന്നെ മരിക്കണു. കാരണം വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാ വേണ്ടച്ചാൽ ഞാൻ കാഴ്ച തിരിച്ചെടുക്കാമെന്നും പറഞ്ഞിട്ട് ഭഗവാൻ കാഴ്ച തിരിച്ചെടുത്തു. ഭക്തൻ പറഞ്ഞതാണല്ലോ വേണ്ടത്. അപ്പൊ ധൃതരാഷ്ട്ര ഭക്തനല്ലേ ആലോചിച്ചു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും കണ്ണുകൊണ്ട് വേണ്ടത് എന്താ? ഒറ്റ കാര്യമുള്ളൂ, ഭഗവത് ദർശനം. അപ്പൊ ആ ഒരു ഭാവം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. യദ്ദർശനം ജന്മവിരീട്യ സത്മി. സജ്ജനങ്ങൾക്ക് ഏതൊരു ദർശനം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ സാഫല്യം കണ്ണിന്റെ കിട്ടുന്നത്, ആ ദർശനം അങ്ങ് എനിക്ക് തന്നു. ഇങ്ങനെ എല്ലാ ദിക്കിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ആ ഈശ്വരനെ തേടാതെ ഏ മായയാതേ കഥമേത തത്തത് പാദാരവിന്ദം ഭവസിന്ധുബോധം. ആ പാദപത്മത്തെ സ്മരിക്കണില്ലല്ലോ ഈ ജനങ്ങള്. കഷ്ടം. ഇവരെന്തെക്കുറിച്ചൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നത്? നേരം പ്രഭാതായാൽ ഈശ്വര വിഷയം അല്ലാത്തതൊക്കെ നമ്മുടെ മനസ്സിനും ഗോചരാണ്, ബുദ്ധിക്കും മനസ്സിനും സംഭാഷണത്തിനും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഭഗവത് പാദപത്മത്തെ എല്ലാവരും സ്മരിക്കാത്ത? മായയാ, അതല്ല കേമം എന്ന് ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ അതല്ലേ അവർ ചിന്തിക്കുക. അതിനെന്താ കാരണം? മായ. ഭഗവാൻ മായ കൊണ്ട് യഥാർത്ഥ മഹത്വം ഉള്ളതല്ല മഹത്വം എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുക. എന്താ ഈ പാതാരവിന്ദത്തിന് ഇത്ര മഹത്വം എന്നാണെങ്കിൽ, ഭവസിന്ധുബോധം, സംസാര സാഗരത്തിൽ എത്തിയിട്ട് ഒരു കരയും കാണാണ്ട് വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുന്നു. അതാണ് സംസാരം. വലിയൊരു ഗുഹ അല്ലെങ്കിൽ വലിയൊരു ചക്രത്തിന്റെ ഉള്ളിലാണ് കുടുങ്ങിയാൽ ഇങ്ങോട്ട് വരാൻ പറ്റാതെ ചുറ്റിത്തിരിയുന്ന അവസ്ഥയിൽ ഉള്ളവർക്ക് ഈ ഭഗവാന്റെ പാദപത്മങ്ങള് നല്ല ഒരു മാർഗമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നിട്ടും അത് സ്മരിക്കാതെ വേറെ കാര്യങ്ങൾ ഇവർ സ്മരിക്കുന്നത് അല്പബുദ്ധി തന്നെ ഭഗവാനേ എന്ന് പറയാ. എന്നിട്ടെന്താ? ഞാനും അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഇപ്പൊ തപസ് ചെയ്തത്. അതെന്താ? അത് തഥാ സചാഹം പരിവോടു കാമ. ഗൃഹസ്ഥാശ്രമത്തിന് എന്നോടുകൂടി യോജിക്കുന്ന ഒരു പത്നി വളരെ പ്രധാനമാട്ടോ. എന്നോടുകൂടി യോജിക്കുന്ന അണ്ടർലൈൻ. വല്ലവരെയും പത്നിയായിട്ട് കിട്ടണേക്കാളും ഭേദം എന്തായാലും കിട്ടാതിരിക്കുക. അപ്പൊ അതല്ല എനിക്ക് വേണ്ടത്. എന്റെ ഈശ്വര കാര്യത്തിന് തടസ്സം വരാത്ത വിധത്തിൽ ഗൃഹസ്ഥാശ്രമം നയിക്കാനുള്ള ഒരു സ്ത്രീയെ പത്നിയായിട്ട് എനിക്ക് കിട്ടണം. അങ്ങയോട് ചോദിച്ചാൽ കിട്ടുമോ എന്നാണെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ ലോകം മുഴുവൻ അങ്ങയുടെ സങ്കല്പപ്രകാരമല്ലേ ഭഗവാനെ നടക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നതും ഭൂമി തിരിയണതും മഴ പെയ്യുന്നതും പുഷ്പങ്ങൾ പുഷ്പിക്കുന്നതും സമുദ്രത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതും എല്ലാം അവിടുത്തെ സങ്കല്പമാണെങ്കിൽ എന്റെ ഈ ചെറിയ കാര്യം സാധിപ്പിച്ചു തരാനാണോ സർവേശ്വര അവിടത്തേക്ക് വിഷമം? അങ്ങനെ അവിടുത്തെ കഥകൾ പറഞ്ഞിട്ടും പാടിയിട്ടും സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട എത്ര സജ്ജനങ്ങളും മഹാന്മാരുമാണ് ഈ ഭൂമിയിലുള്ളത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദുഃഖങ്ങൾ എന്നെ ബാധിക്കരുത്. ദുഃഖാഗ്നി എന്നെ ബാധിക്കാതെ കൊണ്ടു നടത്തണേ സർവേശ്വര. പച്ച ഭാഷ മലയാളത്തിൽ വെളുക്കാൻ തേച്ചിട്ട് പാടുണ്ടാവുക, അങ്ങനെ ഒരു അവസ്ഥ വരാതെ അതിൽ നിന്ന് ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല അനുഭവങ്ങൾ മാത്രം ഉണ്ടായി കാലമാകുന്ന ശക്തി എന്നെ ബാധിക്കാതെ അങ്ങ് തന്നെ അത് കൊണ്ടു നടത്താനായിക്കൊണ്ട് എന്നെ സഹായിക്കുകയും വേണമേ. നമാമ്യ അഭീക്ഷണം നമനീയ പാദം. ഏറ്റവും കൂടുതൽ നമസ്കരിക്കപ്പെടേണ്ടതായ ആ പാദപത്മത്തെ ഈ കാര്യത്തിനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കണു എന്ന് പറഞ്ഞു.
അപ്പൊ ഭഗവാൻ പറഞ്ഞു, കർദമ പ്രജാപതി, അങ്ങയുടെ ആവശ്യം നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തന്റെ ആവശ്യമുണ്ടോ ഞാൻ അറിയാതിരിക്കുന്നു. അതായത് സ്വയംഭൂ മനു ചക്രവർത്തിയുടെ മകളായ ദേവഹൂതിയാണ് അങ്ങേക്ക് ഞാൻ നിശ്ചയിച്ച വധു. കർദമ പ്രജാപതിക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ എല്ലാവർക്കും ആര് പങ്കാളിയാവണമെന്ന് നേരത്തെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കണമെന്നാണ്. ഭഗവാന്റെ സങ്കല്പമല്ലാതെ ഈ ലോകത്ത് നടന്നിട്ടില്ല, ഇനിയൊട്ട് നടക്കാനും പോകുന്നില്ല, ഇപ്പോ നടക്കുന്നതും ഇല്ല. എല്ലാം ഈശ്വര സങ്കല്പമാണ്. അതുകൊണ്ട് ദേവഹൂതിയായിരിക്കും അങ്ങേക്ക് വന്നു ചേരുന്ന പത്നി എന്നും പറഞ്ഞ് ഭഗവാനോട് മറഞ്ഞു. വേഗം കർദമ പ്രജാപതി തന്റെ പർണശാലയിലേക്ക് വരികയും ചെയ്തു. കൊണ്ടത്തെ കുളി, ജപം, ധ്യാനം മുതലായിട്ടതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഭഗവാൻ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കുകയാണ്. ഈശ്വരനിശ്ചയം അല്ലാണ്ട് ഈ ലോകത്തിൽ വല്ലതും ഉണ്ടാവോ? സ്വയംഭൂമനു തന്റെ മകളായിരിക്കുന്ന ദേവഹൂതിയെയും കൊണ്ട് വരികയാണ് കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക്. അവിടെ അവർ തമ്മിൽ ഒരു സംഭാഷണമൊക്കെ ഉണ്ട്. ഈ ലോകത്തില് ഭഗവാൻ തന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരെയും, കൈകളിൽ നിന്ന് ക്ഷത്രിയരെയും, തുടകളിൽ നിന്ന് വൈശ്യരെയും, കാലിൽ നിന്ന് ശൂദ്രരെയും തൃട്ടിച്ചു. വാസ്തവത്തിൽ കാല് തലയേക്കാൾ വലുതായെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഭഗവാന്റെ കാല് വേണമെങ്കിൽ ഒരുപടി മീതെ എന്ന് പറയാം, അല്ലേ? നമ്മളൊക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എവിടെ ധ്യാനിക്കുക? ഭഗവാന്റെ പാദം ധ്യാനിക്കുക എന്ന് പറയാ. തല ധ്യാനിച്ചു എന്നാണോ പറയാ? അപ്പൊ എങ്ങനെ ഭഗവാന്റെ കാല് കുറച്ച് താഴെയാവുക? അതുകൊണ്ട് അതിൽ നിന്ന് ജനിച്ച ശൂദ്രന് എങ്ങനെയാ താഴെയാവുക? ഇതൊന്നും സംഭവിക്കണതല്ല. കർദമ പ്രജാപതി നൂനം ചംക്രമണം ദേവസതാം സംരക്ഷണായ തേ പറയണം, നിങ്ങള് ഈ ചുറ്റിത്തിരിഞ്ഞ ലോകത്ത് കൂടെ സഞ്ചരിക്കുന്നത് സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ടാണല്ലോ ചക്രവർത്തിയെ സ്വയംഭൂമനോ എന്ന് വിളിക്കുകയാണ് കർദമ പ്രജാപതി. എന്താണ് ഇത്രത്തോളം എഴുന്നള്ളിയത് എന്ന് വിരോധമില്ലെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. ആണ് സ്വയംഭൂമനു പറയുകയും ചെയ്തു, ഞങ്ങളെ മുഖത്ത് നിന്ന്, ഋഷിയാണ് കർദമ പ്രജാപതി, അപ്പൊ നിങ്ങളെ മുഖത്ത് നിന്ന്, ബ്രാഹ്മണരെ മുഖത്ത് നിന്ന് അങ്ങനെയാണല്ലോ സൃഷ്ടി ഉണ്ടായത്. അതുകൊണ്ട് ഒരു വർണ്ണവും മറ്റൊരു വർണ്ണത്തിനേക്കാൾ മീതെയോ താഴെയോ അല്ല. സാമൂഹ്യ പരിഷ്കർത്താക്കളൊന്നും അല്ല ഇത് ആദ്യം പറഞ്ഞിരിക്കണം. ഭാഗവതം എന്നോ പറഞ്ഞിരിക്കണോ 5000 കൊല്ലം മുമ്പേ ഒരു വർണ്ണം മറ്റൊരു വർണ്ണത്തേക്കാൾ മീതെയോ താഴെയോ അല്ല. ഇതെന്നോ നമ്മുടെ തത്വശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ധർമ്മസംഹിത പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, എന്റെ മകളായ ദേവഹൂതിക്ക് സ്വയംഭൂമനു പറയുകയാണ്, അങ്ങയെ ഇഷ്ടമാണ്. അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ നേരത്തെ തന്നെ കേട്ടിട്ട് അവൾ അങ്ങയിൽ ആകൃഷ്ടയാണ്. അങ്ങേക്ക് ഇഷ്ടമാണോ എന്ന് അറിയണല്ലോ. രണ്ടാൾക്കും ഇഷ്ടമായാലല്ലേ ദാമ്പത്യത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് അതറിയാനും ആണെങ്കിൽ എന്റെ മകളെ അങ്ങേക്ക് നൽകി വിവാഹം കഴിപ്പിക്കാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് സ്വയംഭൂമനു പറയുകയാണ് കർദമ പ്രജാപതി. കർദമ പ്രജാപതിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒരു പർണശാല മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ നമ്മൾ വിവാഹം കഴിക്കാൻ മിനിമം ഒരു 10 സെന്റ് സ്ഥലവും ഒരു ഫ്ളാറ്റോ ഒരു കാറോ കുറച്ച് ബാങ്ക് ബാലൻസോ എസ്റ്റേറ്റ് എന്തൊക്കെയാണ് വേണ്ടെന്ന് ചോദിക്കില്ലേ? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാന്ന് ചോദിക്കും ചിലപ്പോൾ. ഇപ്പൊ അങ്ങനെയാണ്, പുരുഷന്മാർ ഇങ്ങനെ ആവണമെന്ന് സ്ത്രീകളാത്ര നിശ്ചയിക്കുക. പണ്ട് നേരെ തിരിച്ച പെണ്ണ് കാണലല്ല, ഇപ്പൊ ആണ് കാണലാ നടക്കണം. സംഗതി ആണാണ് പോകുന്നതെങ്കിലും പുരുഷന്മാരെ വിലയിരുത്തിയും കൊണ്ടാത്ര സ്ത്രീകൾ ഇപ്പൊ സ്വീകരിക്കണം. അങ്ങനത്തെ ഒരു കാലാണിപ്പോ, അല്ലെങ്കിൽ വേണ്ടാന്നാണ്. പക്ഷെ ഇവിടെ കർദമ പ്രജാപതിക്ക് എന്ത് യോഗ്യതയെന്ന് ആലോചിച്ച് നോക്കുക. കാറുണ്ടോ, ബംഗ്ലാവുണ്ടോ, ആനയുണ്ടോ, കുതിരയുണ്ടോ, ധനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ പണ്ട് സദ്ഗുണങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ദേവഹൂതിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് കൊണ്ടുവന്ന് അങ്ങേക്ക് തരാൻ വന്നത്. അപ്പൊ കർദമ പ്രജാപതി പറഞ്ഞു, അങ്ങയുടെ പുത്രിയെ ഏതൊരാൾക്കാണ് ഇഷ്ടമല്ലാതിരിക്കുക? ഒരു സ്ത്രീക്ക് വേണ്ട ഗുണം ഒന്ന് നന്നാവുക, കണ്ടാ വലിയ കുഴപ്പമില്ലാണ്ട് ഇവൻ അതുണ്ട് അങ്ങയുടെ മകൾക്ക്. അതിലൊരു ഉദാഹരണവും പറയും. പണ്ട് വിശ്വാവസു എന്ന് പറഞ്ഞിട്ടൊരു ഗന്ധർവൻ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴത്ത് പന്തടിച്ച് കളിക്കണ അങ്ങയുടെ മകളെ കണ്ടപ്പോ വിമാനത്തിന്റെ നിയന്ത്രണം വിട്ട് താഴത്തേക്ക് വീണ കഥ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത്രയധികം ആകർഷകമായ സൗന്ദര്യ ഗുണം അങ്ങയുടെ മകൾക്കുണ്ട്. സ്വഭാവം അങ്ങ് വളർത്തിക്കഴിഞ്ഞാൽ ആ മകള് നേരെയാവാതിരിക്കുവോ? അങ്ങയുടെ മകളല്ലേ, പിന്നെ ഇനി ഒന്നും നോക്കണ്ട. ബ്രാൻഡ് നോക്കിയാൽ പിന്നെ ബാക്കിയൊന്നും നോക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ 2 ഗുണം അങ്ങയുടെ മകൾക്ക് ഉണ്ടാവും. എനിക്ക് അങ്ങയുടെ മകളെ സ്വീകരിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വളരെ ലളിതമായ ചടങ്ങോട് കൂടിയിട്ട് ആ വിവാഹം അവിടെ നടന്നു. വിവാഹത്തിൽ എപ്പോഴും ആഡംബരമല്ല വേണ്ട. ഇന്നിപ്പോ നിശ്ചയവും വിവാഹവും
ഒരേപോലെ വേണം. നിശ്ചയത്തിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോവില്ല എന്നാ. പണ്ടൊക്കെ 10-25 ആളോ 20 ആഴെ എത്ര നിശ്ചയത്തിനുണ്ടാവും. അടുത്ത അമ്മാവന്മാരും ബന്ധുക്കളും സഹോദരന്മാരും മാത്രം. ഇന്നിപ്പോ അങ്ങനെയല്ല. കല്യാണത്തിന് എത്ര ആളെ വിളിക്കുന്നുണ്ടോ അത്രയും ആളെ നിശ്ചയത്തിന് വിളിക്കണം. ഞങ്ങളൊക്കെ വിചാരിക്കും ഒരു താലി എടുത്തിട്ട് ആ വരന്റെ കയ്യിൽ കൊടുത്താൽ മുഹൂർത്തം ഉണ്ടാവും എന്ന്. അല്ലേ? നിശ്ചയത്തിന് മുഹൂർത്തം ഉണ്ടാവും. ഇത്രയും ആൾക്കാരെ രണ്ടാമത് ബുദ്ധിമുട്ടിക്കണം. ആലോചിച്ചു. ഇത്രയും ആൾക്കാരെ നിശ്ചയത്തിന് ക്ഷണിച്ചൊരു താലി വരന്റെ കയ്യിൽ കൊടുത്താൽ കാര്യം കഴിഞ്ഞു. ഇല്ലേ? അപ്പൊ അതിന് പകരം വേറെ ഡേറ്റ് നിശ്ചയിച്ച് ഇവരെയൊക്കെ രണ്ടാമത് വരുത്തി. അപ്പൊ എത്ര ആഡംബരമായിട്ടാണ് സമ്പത്ത് നമ്മൾ വ്യയം ചെയ്യുന്നത്. സ്വയംഭവനുവിന്റെ മകള് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ മകളാണ്. എത്ര കേമായിട്ട് വേണച്ചാൽ നടത്താം. പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അത് ദുർവ്യയം ചെയ്യാനുള്ളതല്ല. ഒരു ചക്രവർത്തിക്ക് തന്റെ ധനം റോഡ് നേരേക്കാൻ, പാലം നേരേക്കാൻ, ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് ഒരുപാട് ആവശ്യം ആ ധനം കൊണ്ടുണ്ട്. അത് വിവാഹത്തിന് ആഡംബരം ചെയ്ത ഒരു ദിവസത്തിന് വേണ്ടി ചെലവാക്കാനുള്ളതല്ല. അത് തെറ്റാണ് എന്ന് ഭാഗവതം കാണിച്ചിരിക്കുന്നു. മനസ്സിന്റെ ഐക്യമാണ് വേണ്ടത് എന്നും കാണിച്ചിരിക്കുന്നു. ജാതിയോ സമുദായമോ ഒന്നുമല്ല. ഇതൊക്കെ എന്നോ ഭാഗവതം ഫോർവേഡാണ്. ഇന്നത്തേക്കാൾ എത്രയോ മുന്നോക്കം നിൽക്കുന്നു ഭാഗവതം. കർദമ പ്രജാപതി ബ്രാഹ്മണനാണ്. അതേ സമയത്ത് സ്വയംഭവനും ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ മകളെ എങ്ങനെ ബ്രാഹ്മണ വംശത്തിൽപ്പെട്ടവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക? ഒരു തെറ്റുമില്ല എന്നർത്ഥം. വംശവും സമുദായവും അല്ല, മനസ്സിന്റെ ആ ഐക്യമാണ് വിവാഹത്തിലും ദാമ്പത്യത്തിലും ഏറ്റവും പ്രധാനം എന്ന പുരോഗമന ആശയം പണ്ടേ ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നിരിക്കണം. ഏതായാലും വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കർദമ പ്രജാപതിയെ വളരെ നല്ല രീതിയിൽ ആ ദേവഭൂതി ശുശ്രൂഷിച്ചു. തന്റെ ഭർത്താവിനെ ഈശ്വരനായിട്ട് യാപതിം ഹരിഭാവേന ഭജേ ശ്രീരിവ തൽപര. ശ്രീ ആയിട്ടുള്ള ലക്ഷ്മി എങ്ങനെയാണ് ഭർത്താവായ വിഷ്ണുവിനെ കണ്ട് ശുശ്രൂഷിച്ചത്, പാദസേവ ചെയ്തത്, അതേപോലെയാണ് പിതൃഭ്യാം പ്രത്യുദേശ ദീപതിമിംഗിത കോവിത. ഭർത്താവിന്റെ ഇംഗിതം അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് ഭവാനീവ ഭവം പ്രഭും പരമേശ്വരനെ പാർവതി എപ്രകാരം ശുശ്രൂഷിച്ചുവോ അതേപോലെ ശുശ്രൂഷിച്ചു എന്ന് പറയണം. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച. നല്ല ആത്മവിശ്വാസത്തോടു കൂടി അധികം സംസാരിക്കാൻ. സ്ത്രീകൾക്ക് എപ്പോഴും ഈ വായ വെറുതെ ഇരിക്കാണ്ടിരിക്കുക എന്ന് പറയും. അല്ലേ? നാക്കിന് കിലോമീറ്ററോളം നീളം കൂടെ. അങ്ങനെ സംസാരിക്കുന്നത് നല്ല സ്വഭാവമല്ല, നല്ല സ്ത്രീ സ്വഭാവമല്ല. ഗൗരവേണ ഇന്ദ്രിയ നിഗ്രഹമുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാതെ കണ്ടും സൗഹൃദഭാവത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടും നല്ല വാക്കു പറഞ്ഞിട്ടും വാചാ മധുരയാചപോ. മധുരമുള്ള നല്ല വാക്കുകൾ വീട്ടിൽ പ്രയോഗിക്കുക. വീടിന് ഒരു ഐശ്വര്യമാവും അത്. അല്ലേ? ഐശ്വര്യം എന്നാൽ ഭർത്താവ് ഭാര്യയെ കുറ്റം പറയുക, ഭാര്യ ഭർത്താവിനെ കുറ്റം പറയുക, ഇവര് രണ്ടാളും കുട്ടികളെ കുറ്റം പറയുക, കുട്ടികൾ തിരിച്ചു കുറ്റം പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വീടൊരു നരകമായി മാറാൻ ഒരു പ്രയാസമില്ല. തിരിച്ച് നല്ല വാക്കു മാത്രം സംസാരിച്ചു. വാചാ മധുരയാചപോ. പിന്നെ അഹങ്കാരമില്ല. താൻ രാജപുത്രിയാണ് ദേവഹൂതി. ഇവിടെ പർണശാലയില് കുറച്ച് സൗകര്യമുള്ളൂ. അങ്ങനെയൊന്നും ഭാവിക്കാതെ നല്ല രീതിയിൽ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്റെ ഭർത്താവിനെയാണ് ശുശ്രൂഷിക്കുകയാണ് ദേവഹൂതി. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോ അനവധി കാലം എന്തെങ്കിലും വേണോ എന്ന് പോലും ഈ കർദമ പ്രജാപതി ചോദിച്ചില്ല തന്റെ പത്നിയോട്. ഇത് തെറ്റല്ലേ? ഇത് വിചാരിച്ചിട്ട് ചോദിച്ചു. തുഷ്ടോകമത്യതവമാന വിമാനദായ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ. ദേവിയുടെ ദേവഹൂതി, നിന്റെ ശുശ്രൂഷ കൊണ്ട് ഞാൻ വളരെയേറെ സന്തുഷ്ടനായി. സ്വന്തം ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് നീ എന്നെ ശുശ്രൂഷിച്ചത്. എങ്ങനെ ഏതൊരാളാ ചെയ്യുക? അതുകൊണ്ട് എന്തൊരു കാര്യമാണ് നിനക്ക് വേണ്ടത് എന്ന് എന്നോട് പറയുക, ഞാനത് സാധിപ്പിച്ചു തരാം. താടിയും തലയും വളർത്തിയതായിട്ടൊരു താപസനെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് നീ കരുതണ്ട. തപശക്തി കൊണ്ട് ഈ ലോകത്തിൽ സാധിക്കാത്തതൊന്നുമില്ല. ലൗകിക ശക്തി കൊണ്ട് സാധിക്കാത്തതും കൂടി ഈ തപശക്തി കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ചോദിച്ചോളൂ. ദേവഹൂതിക്ക് ഒരു സംശയവുമില്ല. തന്റെ ഭർത്താവിൽ അത് സാധിക്കുമോ എന്ന ഒരു സംശയമോ താണഭാവമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദിച്ചു, സ്ത്രീകളായാലൊരു പുത്രൻ ഉണ്ടാവണം, അമ്മയാവണം. പുത്രനോ പുത്രിയായിട്ടൊരു അമ്മയാവുക എന്ന ആഗ്രഹമാണല്ലോ നാഥ ഉണ്ടാവുക. അപ്പൊ ആ കുട്ടിയെ വളർത്താൻ ഈ പർണശാല പോരാ, നല്ലൊരു വീട്, സൗകര്യത്തിലുള്ളൊരു കെട്ടിടം വീട് ഉണ്ടാവണം. ഈ രണ്ടാഗ്രഹം വളരെ വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞു. കൂടുതലൊന്നും ചോദിച്ചില്ല, നിർബന്ധവും പറഞ്ഞില്ല. ഈ രണ്ട് കാര്യം സാധിപ്പിച്ചു തന്നാൽ വിരോധമില്ല എന്ന് നിർബന്ധമില്ലാതെ വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞു.
ഉടനെ കർദമ പ്രജാപതിയുടെ വലിയൊരു സഞ്ചരിക്കുന്ന വിമാനം ഉണ്ടാക്കി. ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നതിനാണല്ലോ നമ്മൾ വിമാനം എന്ന് പറയാ. കാമകമാണത്. എവിടെ വേണമെങ്കിലും മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ അവിടെ എത്തും. റിമോട്ട് കൺട്രോളും കൂടി വേണ്ട. സെൻസർ ഉണ്ട്. മനസ്സിലാണ് സങ്കല്പിച്ചാൽ അവിടെ പോയി അവിടെ ലാൻഡ് ചെയ്തോളും. അങ്ങനത്തെ ഒരു വിമാനം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ റിമോട്ട് കൺട്രോൾ എങ്കിലും വേണം. അതും വേണ്ട. മനസ്സിൽ സങ്കല്പിച്ചാൽ എത്തുന്നത്. അവിടെ പലതരത്തിലുള്ള കളിക്കാനുള്ള സ്ഥലം, കുളിക്കാനുള്ള സ്ഥലം, പൂന്തോട്ടങ്ങള്, അതുപോലെ തന്നെ അണ്ണാറക്കൊട്ടൻ പക്ഷികള്, ചോലകള്, പുഷ്പങ്ങള്, പക്ഷികള്, മാൻ പോലെയുള്ള നല്ല മൃഗങ്ങള്, ഉപദ്രവിക്കുന്ന മൃഗങ്ങളല്ല, നല്ല മൃഗങ്ങള്, മാനിനെ പോലുള്ള കൗതുകം ഉണ്ടാക്കുന്ന മൃഗങ്ങള്, പച്ച പുൽത്തകിടികള്, ഇങ്ങനെ അനവധി അത്ഭുതങ്ങൾ നിറഞ്ഞ ഏക്കർ കണക്കിന് വലിപ്പമുള്ള വിമാനം. ഇപ്പോഴത്തെ ജംബോ ബോയിങ് വിമാനം കൂടി അത്രയൊന്നും ഇല്ലയോ. 150 ആൾക്ക് ഇരിക്കാവുന്ന ഇത് അതുമല്ല, അതിലും കവച്ചു വെച്ചിരിക്കണം. അപ്പൊ വിമാനം എന്ന ആശയം പണ്ടന്നെ ഉണ്ട്. ഇന്നുണ്ടായതല്ല, 5000 കൊല്ലം മുമ്പേ ഭാഗവതം എഴുതിയത്. അന്ന് തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുഷ്പക വിമാനത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരിക്കണം. ആ വിമാനത്തിൽ കയറി അനവധി കാലം ദേവഭൂതിയും കർദവനും ഇങ്ങനെ മധുവിധു ആഘോഷിക്കുകയാണ്. ഭൂമി വിട്ടിട്ട് പോയി. വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രം എന്നൊക്കെ പറഞ്ഞ് ഭൂമി വിട്ടിട്ട് പോലും അവർ പോയി. അത്രയും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ കാണിച്ചു വെക്കും. ദേവഭൂതി നമ്മൾ പുറപ്പെട്ടു പോകുന്ന ഭൂമി കണ്ടു ഒരു ഗോളായിട്ട് ആകാശത്തിൽ ഇങ്ങനെ നിൽക്കണം. അതാട്ടോ നമ്മൾ പുറപ്പെട്ടു പോകുന്ന ഭൂമിന്ന് അല്ലെ കാണിച്ചു കൊടുക്കുമ്പോൾ ദേവഭൂതി അത്ഭുതമായിട്ട് നോക്കും. നമ്മൾ ഭൂമിയിൽ ഊട്ടിയും കൊടൈക്കനാലിലും ഒക്കെ പോക്കുള്ളൂ. ഈ മധുവിധം അതിനെയും അതുപോലെയൊന്നുമല്ല. ഭൂമി വിട്ടിട്ട് അത്ര വിമാനത്തിലുള്ള പോക്കാണ് ഉണ്ടായത് എന്ന് പറയാം. കുറച്ചിങ്ങനെ കഴിഞ്ഞു 9 പുത്രിമാരുണ്ടായി. ഇവിടെയൊക്കെ കല, അനസൂയ, ശ്രദ്ധ, അവിർപ്പു, ഗതി, ക്രതു, ക്രിയ, ശാന്തി, അരുന്ധതി ഇതിലായിട്ടുള്ള പേരാണ് അല്ലെ. പേരൊക്കെ നോക്കണ വെച്ചാൽ ഭാഗമൊന്നും നോക്കിയാൽ മതി. 9 പേരായിട്ടുള്ള 9 പെൺകുട്ടികള് കുറെ കാലം 9ഓളം കൊല്ലം അവര് കഴിഞ്ഞപ്പോ അവർക്ക് ഉണ്ടായി. കർദമ പ്രജാപതിക്ക് ഇനി തപസ്സിന് പോണം. ഞാൻ തപസ്സിന് പോകും ദേവഹൂതി, കുറച്ചും കൂടി തപസ് എനിക്ക് ചെയ്യണം. അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടിയാ പോരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാർ നാഥ അങ്ങ് പോകുന്ന ആദ്യം തന്നെ പറഞ്ഞിരിക്കണു, ഞാൻ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു പുത്രൻ അങ്ങയിൽ നിന്നുണ്ടാവണം. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവരെയൊക്കെ എങ്ങനെയാ അനുരൂപന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക? അതുകൊണ്ട് കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാൻ കാരുണ്യം ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കർദമ പ്രജാപതി ചിന്തിച്ചു, ശരിയാണല്ലോ, ഭഗവാൻ തന്നെ കപിലവാസുദേവനായിട്ട് ഇവരുടെ പുത്രനായിട്ട് അവതരിക്കും എന്ന് മുമ്പൊരിക്കലും ആ തപസ് കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷപ്പെട്ടപ്പോ ഭഗവാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവഹൂതി കപിലാവതാരം ഉണ്ടാവുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. അമ്മയ്ക്ക് നല്ലൊരു ഉപദേശം കൊടുത്തു. അതാണ് കപിലോപദേശം. ഒരു ദിവസം കൊണ്ടൊന്നും അത് കഴിയില്ല. ഓരോരോ ഭാഗമായിട്ട് ഓരോരോ ദിവസമായിട്ട് കപിലോപദേശമാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇനിയുള്ള ഭാഗം മുതൽ കുറച്ച് ഭാഗം എപ്പിസോഡുകൾ കപിലോപദേശമായിട്ടാണ് പോകും. അല്ലെങ്കിൽ അത് അത്ര വേഗം ഒരു എപ്പിസോഡിൽ കഴിക്കാൻ പറ്റില്ല. എന്ന് ഈ ഭാഗം ഇവിടെ തീർക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.